നമസ്തേ, കൗണ്ടർ പാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ രണ്ട് രാഷ്ട്രീയ നിരീക്ഷകരാണ്. രാഷ്ട്രീയത്തിനപ്പുറം വസ്തുതകളെ വിലയിരുത്തുന്ന ഒരുപക്ഷെ മികച്ച സെഫോളജിസ്റ്റുകളും കൂടിയാണ് ഇവർ രണ്ടുപേരും. ഡോക്ടർ ജയപ്രസാദ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറും ഡീനും ആയിട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം ഡീനാണ്. ഡോക്ടർ മോഹൻ വർഗീസ് തിരുവല്ല മാർത്തോമ കോളേജിൽ നിന്ന് വിരമിച്ച പ്രമുഖനായ അധ്യാപകനാണ്. സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് വിലയിരുത്തുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പിനെയാണ്. പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഒരു പക്ഷേ കേരളത്തിൻ്റെ ഭരണത്തെയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ വളരെ വലുതാണ്. അതിനെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യമാണ് നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉയർത്തുന്നത്. എങ്ങനെയാണ് അങ്ങ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്? പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിനോടൊപ്പം മറ്റ് രണ്ട് തിരഞ്ഞെടുപ്പുകളും കൂടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് വയനാടും അതുപോലെ ചേലക്കരി. പക്ഷേ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് പാലക്കാടാണ്. പൊതുസമൂഹം, കേരളത്തിലെ പൊതുസമൂഹവും രാഷ്ട്രീയ മണ്ഡലമൊക്കെ ചർച്ചയ്ക്ക് എടുക്കുന്നത് പാലക്കാടാണ്. അത് തന്നെയാണ് പാലക്കാടിൻ്റെ പ്രസക്തി. കാരണം പാലക്കാട് കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു ദിശാസൂചകമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിന് പ്രധാനമായ കാരണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം പുറത്ത് കാണിച്ച ഒരു മണ്ഡലം. കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിയുടെ ദയനീയമായ ഒരു പിന്നോക്കാവസ്ഥയുണ്ട് അവിടെ. അതിനോടൊപ്പം തന്നെ BJPയുടെ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഒരു BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയുള്ള ഒരു മണ്ഡലം എന്നുള്ളത്. മറ്റൊന്ന് കോൺഗ്രസ് വളരെ ആത്മവിശ്വാസത്തോടെ വിജയ പ്രതീക്ഷയോടെ അതിനെ കാണുന്നു എന്നുള്ളതാണ്. ഇത് തന്നെ അതിൻ്റെ പ്രസക്തിയെ വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ പാലക്കാടിൻ്റെ സാഹചര്യം 2021-ലും 2016-ഉമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ 16-ലും 21-ലും ജയിച്ച സ്ഥാനാർത്ഥിയുടെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ടായിരുന്നു പാലക്കാട്. അത് നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആ പോസിറ്റീവ് ആസ്പെക്റ്റ് ഇല്ല. അയാൾ ചെറുപ്പക്കാരനാണ്, വളരെ സമുന്നതനായ യുവ നേതാവാണ് എന്നുള്ള ഇത് നിലനിൽക്കുമ്പോൾ തന്നെ പാലക്കാടിൻ്റെ മണ്ണിൻ്റെ പ്രതിനിധിയല്ല. രണ്ടുപേരും വരുത്തന്മാരാണെന്നുള്ള ഒരു പ്രചാരണം അവിടെ വന്നിരുന്നു. മാത്രമല്ല മറ്റത് ഷാഫി നേരത്തെ ജയിച്ചിരുന്ന MLA-യുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹം ആ നാട്ടുകാരനാണ്. അപ്പം ജാതി മത സമവാക്യങ്ങൾക്ക് അതീതമായിട്ട് വ്യക്തിബന്ധങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും ഒക്കെ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ന്യൂനപക്ഷ അംഗം എന്നുള്ള തലത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം എന്നുള്ള ബ്രോഡ് മുസ്ലിം ഞാൻ അതാണ് പാലക്കാടിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് പാലക്കാട് വോട്ടേഴ്സിലെ ന്യൂനപക്ഷം ക്രിസ്ത്യൻ വോട്ടേഴ്സ് വളരെ നാമമാത്രമായ പങ്കാളിത്തമേ ഉള്ളൂ. മുസ്ലിം നല്ല ഒരു ശതമാനം, ഞാൻ മനസ്സിലാക്കുന്ന 20-25% വോട്ട് ഉള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അവരുടെ വോട്ട് പോളറൈസ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല BJPയുടെ വിജയസാധ്യത ഉണ്ട് എന്നുള്ള ധാരണ സൃഷ്ടിച്ചത് കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. വിശേഷിച്ച് മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വലിയ രീതിയിൽ ചോർച്ചയുണ്ടായിരുന്നു. നമ്മൾ CPM-ന് ലഭിക്കുമായിരുന്ന വോട്ടിനേക്കാളും വളരെ താഴ്ന്ന വോട്ടിലാണ് പോയത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് അവിടെ UDFൻ്റെ ശക്തിയേക്കാൾ ഉപരി ലഭിക്കുകയുണ്ടായി. ഒന്ന്, ഇടതുപക്ഷത്തിൽ നിന്ന് BJPയെ തോൽപ്പിക്കാനുള്ള വോട്ടിൻ്റെ സ്വാഭാവികമായ ഒരു ചാഞ്ചാട്ടം സാധാരണ മഞ്ചേശ്വരത്തും കാസർഗോഡും നേമത്തും തിരുവനന്തപുരത്തുമൊക്കെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നത്. അത് പാലക്കാട് സംഭവിച്ചു. അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടിൻ്റെ കേന്ദ്രീകരണവും കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഗുണകരമായി. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആ ന്യൂനപക്ഷ
കേന്ദ്രീകരണം എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റും. അല്ല, അത് നോക്കാം. ഈ പാലക്കാട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ BJP എന്നതിനേക്കാൾ ഉപരിയായിട്ട് ശ്രീധരൻ എന്ന് പറയുന്ന ഭാരതം മുഴുവൻ ശ്രദ്ധിക്കുന്ന ലോകാരാധ്യനായ ഒരു മനുഷ്യൻ, അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളത് സത്യമല്ലേ? ശ്രീധരൻ തലപ്പൊക്കമുള്ള ഒരു പൊതുരംഗത്തെ ഒരാളാണ്. അദ്ദേഹം ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും അറിയപ്പെടുന്ന ഒരാളാണ്. ഒരു പരിചയപ്പെടുത്തൽ മലയാളിക്ക് വേണ്ടാത്ത മലയാളിയുടെ എല്ലാം അഭിമാനമാണ് ശ്രീധരൻ അന്നും ഇന്നും. അദ്ദേഹത്തിനെ ഒരു പാർട്ടിയുടെ ഒരു ലേബലിലേക്ക് മാത്രമായി കാണാനാവില്ല. അതുകൊണ്ടാണ് ശ്രീധരനെ BJPയുടെ കോർ വോട്ടിന് ഉപരിയായി 10,000-ഓളം വോട്ട് ലഭിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ BJP പാലക്കാട് നഗരസഭയിലെ 1-ാം നമ്പർ കക്ഷിയാണ്. അതുകൊണ്ടാണല്ലോ BJP 2 പ്രാവശ്യം തുടർച്ചയായി നഗരസഭയിൽ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ശ്രീധരൻ ഇഫക്റ്റിനെ നമുക്ക് തുച്ഛീകരിച്ച് കാണാനാവില്ല. പക്ഷേ ഇപ്രാവശ്യം കൃഷ്ണകുമാർ തദ്ദേശീയനാണ്. അവിടെ തന്നെ ആഴത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വളരെ ചിട്ടയായ പ്രവർത്തനം BJP നിർവഹിച്ചു എന്ന് തന്നെയാണ് കരുതാവുന്നത്. കോലാഹലങ്ങളില്ലാത്തൊരു പ്രചരണമായിരുന്നു BJPയുടെ. എപ്പോഴും എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെയല്ല, പാലക്കാട് അങ്ങനെയാണ്, ഒരു ശൈലിയാണ്. അതുകൊണ്ട് ശ്രീധരൻ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തിക്കാട്ടിയ ഒരു മുഖമാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ അദ്ദേഹത്തെ എടുത്തു. ആ വോട്ടുകൾ ഒരുപക്ഷെ ഇപ്രാവശ്യം തട്ടിക്കഴിക്കേണ്ടി വരും. പക്ഷേ ഓർക്കൂ, ശ്രീധരൻ അല്ല കൃഷ്ണകുമാർ എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിലല്ല ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഈ 2 വ്യതിയാനങ്ങളും ഒരേപോലെ തന്നെ നമ്മൾ കാണേണ്ടത്. പക്ഷേ ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞ ആ ഒരു നിരീക്ഷണം, കഴിഞ്ഞ തവണ ഉണ്ടായ മുസ്ലിം വോട്ടിൻ്റെ പോളറൈസേഷൻ, ധ്രുവീകരണം, അതിനെ അങ്ങ് എങ്ങനെ കാണും? 22% മുസ്ലിങ്ങളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. അതെല്ലായിടത്തുമായി പാലക്കാട് നഗരസഭയിലും പിരായിരി പഞ്ചായത്ത്, കോൺഗ്രസിന് മുന്നാക്കം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന പിരായിരി പഞ്ചായത്തിലും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലുമെല്ലാം ചേർന്ന് നോക്കുമ്പോൾ 22% മുസ്ലിങ്ങളുടെ ഒരു അംഗസംഖ്യ. അതിൻ്റെ മഹാഭൂരിപക്ഷവും കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിലിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്നത് സ്വാഭാവികം മാത്രമാണ്. അതിനെ ഒരു കൺസോളിഡേഷൻ എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം പാലക്കാട് മണ്ഡലത്തിൽ സാധാരണഗതിയിൽ ഷാഫി പറമ്പിൽ എത്തുന്നതിന് മുൻപ് വരെ മുസ്ലിം മുഖങ്ങൾ അങ്ങനെ മത്സരിച്ച ഒരു വലിയ ചരിത്രമില്ല. ഉണ്ട്, പക്ഷേ വലിയ രീതിയിൽ അത് പ്രകടമല്ല. പക്ഷേ ഒരു പുതുമയായിരുന്നു. അതുകൊണ്ട് മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. അതേ കൺസോളിഡേഷൻ ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായി പാലക്കാട്ടേക്ക് എത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ആവുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് BJP ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷം ആഗ്രഹിച്ചു. അതുകൊണ്ടാണല്ലോ ഈ സിറാജിലും സുപ്രഭാതത്തിലും ദിനപത്രങ്ങളിൽ പരസ്യം വരെ കൊടുത്തുകൊണ്ട് UDFന് ലഭിക്കാൻ സാധ്യതയുള്ള ആ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ ഇടതുപക്ഷം ശ്രമിച്ചു. അല്ല, ഇടതുപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനുവേണ്ടി വ്യക്തിപരമായി ശ്രമം നടത്തി എന്നുള്ളത് എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. അത് പിന്നെ അതിൻ്റെ ഒരു ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒന്ന്, സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം, അത് വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്നൊരു ചിന്ത വൈകിയെങ്കിലും ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായി. BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഉർവശി ശാപം ഉപകാരം എന്ന നിലയിൽ അത് കാണുന്നവരുമുണ്ട്. ഇവിടെ മുസ്ലിം ജനസാമാന്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പല ചാനൽ ചർച്ചാ പരാമർശങ്ങളും ഫേസ്ബുക്ക് പരാമർശങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ അത് ഫ്രഷായി ജനമനസ്സുകളിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന ടൈമിങ് ശരിയായോ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ടൈമിംഗ് ആണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വാർത്താ പ്രാധാന്യം ലഭിച്ചു. അതേസമയം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുക. ഇത് കോൺഗ്രസ് തന്നെ ബലം പിടിച്ചു വാങ്ങിയതല്ലേ സന്ദീപ് വാര്യരെ? ചില സമയത്തൊക്കെ ചില ബുദ്ധിയൊക്കെ നമ്മളെ അന്നേരം അത് വലിയ ഒരു സ്ട്രാറ്റജിക് ഒരു മൂവായി തോന്നാം, സർജിക്കൽ സ്ട്രൈക്കായി തോന്നാം. പക്ഷേ രണ്ടാം വിശകലനത്തിൽ, ഓൺ സെക്കൻഡ് തോട്ട്സ്, അങ്ങനെയാകണമെന്നില്ല. അതാണ് മുസ്ലിം ജനസാമാന്യം എങ്ങനെ പ്രതികരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കോൺഗ്രസ് പിന്നാക്കം പോയതുകൊണ്ടാണ്
രാത്രിയുടെ മറവിൽ പാണക്കാട്ടേക്ക് കുടപ്പനക്കൽ തറവാട്ടിലേക്ക് സാദിഖലി ശിഹാബ് തങ്ങളെ കാണാനായി സന്ദീപ് വാര്യറിന് വരേണ്ടി വന്നത് അതുകൊണ്ടാണ്. പോകേണ്ടി വന്നത് ഇറ്റ് വാസ് അതൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു മൂവായിരുന്നു. തീർച്ചയായും മുസ്ലിങ്ങളുമായിട്ട് കോംപ്രമൈസിലാണെന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുമായിരുന്നു. പക്ഷേ BJP സന്ദീപ് വാര്യരുടെ പോക്കൊരു ഉർവശിശാപ ഉപകാരം എന്ന നിലയിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരാളും പോകുന്നതിനെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അനുകൂലിക്കുന്നില്ല. പക്ഷെ പോയാൽ പോകട്ടെ എന്നുള്ളൊരു അല്ല, BJP സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി പോയത് കൊണ്ട് BJPയുടെ വോട്ടിൽ കാര്യമായ ചലനം ഉണ്ടാകാൻ സാധ്യതയില്ല. പൊതുവേ BJPയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ. പക്ഷേ മാധ്യമങ്ങളൊരു ഇമേജ് ബിൽഡ് ചെയ്യാൻ കഴിയും. ഇവിടെ സന്ദീപ് വാര്യർ ഒരുപക്ഷെ ഒരു അതൃപ്തനായി BJPക്ക് അകത്ത് നിന്നിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഇമ്പാക്റ്റ് ഈ പുറത്തു പോയതോടെ ഇല്ലാതെ പുറത്തു പോകും. പിന്നെ പല സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ഹിന്ദുത്വ അനുകൂല വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ശത്രുപക്ഷത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. അതായത് സന്ദീപ് വാര്യർ വിജയിച്ചു. കാരണം അത് പാണക്കാട് ചെന്നതോടെ ആ പ്രശ്നം സോൾവായി. ഒരു പരിധിവരെ സന്ദീപ് വാര്യർ 100% BJPയുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു മാറ്റിക്കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം കോൺഗ്രസ്സിന് കൊടുത്ത വാക്കെന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു 8 കൗൺസിലർമാരുമായിട്ട് കോൺഗ്രസ്സിൽ ചെല്ലുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കോൺഗ്രസിന് തെറ്റ് പറ്റിയതല്ല, വഞ്ചിക്കപ്പെടുക കോൺഗ്രസ് ചെയ്തത്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരുടെ വാക്കിനെ വിശ്വസിച്ച കോൺഗ്രസ് വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം സന്ദീപ് വാര്യരോടൊപ്പം ചെല്ലുമായിരുന്ന എന്ന് പ്രതീക്ഷിച്ചിരുന്ന കണക്ക് കൂട്ടിയ പാലക്കാട് കൗൺസിലർമാർ ആരും തന്നെ ഉണ്ടായില്ല. മാത്രമല്ല പൂർവാധികം ശക്തിയോടെ എല്ലാവരും മുന്നിലേക്ക് ഇറങ്ങി. അല്ല, സന്ദീപ് വാര്യർ വഞ്ചിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അവരുടെ ഡിസിപ്ലിൻ അതേപടി നിലനിർത്തുന്നതിൽ വിജയിച്ചു എന്നുള്ളതല്ലേ? ഒന്ന് വിജയിച്ചു എന്നുള്ളത് ഒരു ശരിയാണ്. അതേസമയം തന്നെ ചില സമയത്ത് ചില പ്രകോപനങ്ങളുണ്ട്. അപ്പം നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ പ്രകോപനം, ഇപ്പം സന്ദീപ് വാര്യർ വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു സംഘടനാപരമായ വിഷയത്തിൽ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ആശയപരമായിട്ടാണ് പുറത്തു പോകുമ്പോൾ അത് തെറ്റൊന്നുമില്ല. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. BJPയിലേക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടക്കം. അപ്പം നമ്മൾ ഇനി മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമുക്കിപ്പോൾ അടുത്ത ചർച്ചയിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രശ്നം ഇവിടെ അതല്ല. ഇപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് പേര് പാർട്ടി മാറി പറ്റുന്നുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർ 12 മണിക്കൂറിനുള്ളിൽ പാണക്കാട് ചെന്ന് ക്ഷമാപണം നടത്തുകയാണ്. അദ്ദേഹം പുതിയ അവതാരമായി അവതരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പാണക്കാട് ചെന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു പൊന്നാനി വഴി പാണക്കാട് ചെല്ലുന്നത് പോലെ ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ. അല്ല, അതൊരു കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പരാജയമല്ലേ? കേരളത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെയുള്ള ഒരു കുറുമാറ്റവും കാലുമാറ്റവും ഈ തരത്തിലൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മാത്രമല്ല അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു ആചാര്യൻ്റെ മുന്നിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് പോവുകയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കാണുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയൊക്കെ ചെയ്ത് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഇത് 12 മണിക്കൂറാണ്. 12 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം അവിടെ ചെല്ലുന്നു. എന്നാൽ അതേസമയം അദ്ദേഹം ആ തരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ടെലിവിഷനിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് തന്നെ അപ്പുറത്തേക്ക് ഒരു ജനകീയ അടിത്തറയുള്ള ഒരു പൊതു നേതാവല്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രവർത്തന പശ്ചാത്തലവും അദ്ദേഹത്തിനില്ല. തിരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു, മോശമല്ലാതെ വോട്ട് ലഭിച്ചിരുന്നു എന്നുള്ളത് അത് തന്നെ വ്യക്തിയേക്കാളുപരി സംഘടനയുടെ പ്രഭാവമാണ്. ഇപ്പോൾ കേരളത്തിലെ BJPയുടെ അല്ലെങ്കിൽ ദേശീയ തലത്തിലാണെങ്കിൽ BJPയുടെ ഒരു കേഡർ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് വോട്ട്. വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യക്തിപരമായ ചില ഭാഗം അതിനകത്തുണ്ടാകും. പക്ഷേ സന്ദീപ് വാര്യർ ഒരർത്ഥത്തിൽ BJPയെ സഹായിക്കുക കൂടെ ചെയ്തു. കാരണം പിറ്റേന്ന് മുസ്ലിം ലീഗിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നുകൊണ്ട് പൂർണ്ണമായിട്ടും സംഘപരിവാറിനെ കൺസോളിഡേഷൻ വെറുപ്പിൻ്റെ കടയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ISI നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമല്ലോ, ഈ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് പാണക്കാട് പോയി വാങ്ങേണ്ടി വന്നു. ജിഹാദി സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം സ്നേഹത്തിന്റെ കടയിലേക്ക് പോയി എന്നുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു മാർക്കറ്റിംഗ് അത് മുസ്ലിം ലീഗിന്റെ ആസ്ഥാനത്ത് നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് ഒരു പരിധിവരെ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന ഹിന്ദുത്വ അനുഭാവികളായ ചില ആളുടെയെങ്കിലും പിന്തുണ ഇല്ലാതാക്കി. അല്ല, നല്ല വിഭാഗത്തിന്റെ കാര്യം ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ അത് BJPക്ക് വളരെയധികം ഗുണകരമായി. രണ്ടാമത്
ഈ BJPക്ക് ശക്തി കുറഞ്ഞ താരതമ്യേന ശക്തി കുറഞ്ഞ 3 പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മുടെ പോളിംഗ് പെർസെൻറ്റേജിലാണ് 10% വ്യതിയാനമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ശ്രീധരന് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയുണ്ടായ ആവേശം ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 3 പഞ്ചായത്തുകളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും BJPക്ക് വളരെ അനുകൂലമായൊരു ഘടകമാണ്. സന്ദീപ് വാര്യർ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായൊരു ഘടകമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് പറയുന്നു? സന്ദീപ് വാര്യർ കൊടുത്ത ഒരു പ്രോമിസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവ് പ്രതിനിധാനം ചെയ്യുന്ന മൂത്താൻ സമുദായത്തിന് 15,000 വോട്ടുകളുണ്ട് പാലക്കാട് നഗരസഭയിൽ. അല്ല, മൂത്താൻ സമുദായത്തിൽപ്പെട്ട ആളല്ലല്ലോ അദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പോൾ ആ വഴിയിൽ ഇപ്പോൾ മൂത്താൻതറ നിൽക്കുന്ന ഒരു ഭാഗമെല്ലാം BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. നഗരസഭയുടെ 6 വാർഡുകളിൽ നിർണായക സാന്നിധ്യമായ മൂത്താൻ സമുദായത്തിൻ്റെ ഒരു നല്ല പങ്ക് സന്ദീപ് വാര്യറിലൂടെ കോൺഗ്രസിലേക്ക് വരും എന്ന ഒരു വാഗ്ദാനമാണ്, അല്ലെങ്കിൽ എന്ന ഒരു മെസ്സേജാണ്, നറേറ്റീവാണ് സന്ദീപ് വാര്യർ കൊടുത്തത്. മറുവശത്ത് മൂത്താൻ സമുദായത്തിൻ്റെയും മൂത്താൻ തറയിലെയും ഏറ്റവും ശക്തനും ഏറ്റവും സർവസമ്മതനുമായ ആള് RSSൻ്റെ അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ വരെ വന്നിട്ടുള്ള സേതുമാധവനാണ്. അദ്ദേഹത്തിനാണ് അവിടെ ഐക്കണായിട്ട് കാണുന്നത്. അത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ സമുദായങ്ങളും എല്ലാ മതവിഭാഗങ്ങളും ഒരു ഐക്കണായിട്ട് കാണുന്ന അത്രയും ശുഭ്രവും നിർമ്മലവുമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. ആ ജീവിതത്തിലേക്കൊന്നും കമ്പയർ ചെയ്യാൻ സന്ദീപ് വാര്യർക്ക് ഒരിക്കലും പറ്റില്ല. അത് മാത്രമല്ല, വേറൊരു പ്രധാന വസ്തുത, സന്ദീപ് വാര്യർ ആ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. കൃഷ്ണകുമാറുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ സന്ദീപ് വാര്യരുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത് പരിമിതമാണ്. അമ്മയുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമുദായം മുഴുവനും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രോമിസാണ്, വാഗ്ദാനമാണ്. ആ വാഗ്ദാനം റീഡ് ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. വ്യാജ വാഗ്ദാനമാണെന്ന് തിരിച്ചറിയുന്നാൽ വൈകിപ്പോയി. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസിന് സാധിക്കില്ല. ഒന്നുകിൽ ഷൊർണൂർ സീറ്റ് അല്ലെങ്കിൽ ഒറ്റപ്പാലം സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 സന്ദീപ് വാര്യർ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പാലക്കാടുള്ള പല സീറ്റുകളും ആർക്ക് കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അത് പരമ്പരാഗതമായി ഇടതുപക്ഷം സീറ്റാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നിലവിലുള്ള MLA കൊണ്ട് നടക്കുന്ന മണ്ഡലത്തിലെ ഈ പ്രശ്നം വരുന്നുള്ളൂ. ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചിറകിലേറി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന തിയറി കൊണ്ടാണ് ഒരുപക്ഷെ BJPയിൽ മത്സരിച്ചാൽ സന്ദീപ് വാര്യർക്ക് കൊടുത്തിരുന്ന ഷൊർണൂർ സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം ഷൊർണൂർ സീറ്റ് 2026 ഒരുപക്ഷെ ലഭിക്കാവുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. നല്ല ഫൈറ്റാണ്. ഒരു 100 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ രണ്ടാം സ്ഥാനത്ത് വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സന്ദീപ് വാര്യരും തമ്മിൽ. അല്ല, സന്ദീപ് വാര്യർക്ക് സീറ്റ് കിട്ടിയാൽ നല്ലത്. അല്ല, ഒരുപക്ഷെ കോൺഗ്രസ് കൊടുക്കുകയും ചെയ്യായിരിക്കും. പക്ഷേ കോൺഗ്രസ് ഡോക്ടർ സരിൻ്റെ പോക്കിന് പകരം ഒരാളെ തപ്പി എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡോക്ടർ സരിൻ്റെ പോക്കിന് പകരമാകില്ല. കോൺഗ്രസിൻ്റെ 2 വൻ തോക്കുകളുടെ മക്കളാണ് BJPയിലേക്ക് പോയത്. K. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലും AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും പോയി എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയ വലിയ ചലനം മാത്രമല്ല ഒരു വിഷ്വൽ ഇഫക്റ്റാണ്. അതിന് ബദലായി അങ്ങനെയല്ല, കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോകുമ്പോൾ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് ആരെങ്കിലും വരുന്നുണ്ട് എന്ന് കാണിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. അതൊരു പാൻ ഇന്ത്യ ആവശ്യം തന്നെയായിരുന്നു. അത് പാലക്കാടിന് മാത്രം ആവശ്യമായിരുന്നില്ല. ഒരുപക്ഷെ അതാണ് കോൺഗ്രസിൻ്റെ തിങ്ക് ടാങ്കിനെ വളരെ കുറച്ച് പേരെ ഇൻവോൾവ് ആയിട്ടുള്ളതിനകത്ത്. അതിനകത്ത് KC വേണുഗോപാൽ പോലും അവസാന ഘട്ടത്തിലാണ് അറിയുന്നത്. ലോക്കലി ഉണ്ടായി വന്ന ഒരു നീക്കം അത് ഹൈക്കമാൻഡ് സ്ഥിരീകരിക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് അത് ഒരു കൊട്ടാരം അട്ടിമറി എന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാട് ഒരുപക്ഷെ BJPയുടെ വിജയസാധ്യതയെ അട്ടിമറിക്കാൻ വേണ്ടി സന്ദീപ് വാര്യരെ കൊണ്ടുവന്നാൽ രാഹുലിന് രക്ഷപ്പെടാമെന്നുള്ളൊരു കാൽക്കുലേഷൻ. ഇവിടെ നമ്പേഴ്സ്, ഇതൊരു ഇലക്ഷൻ ഒരു ഗെയിം ഓഫ് നമ്പേഴ്സാണ്. 6800-ൽ പരം വോട്ടുകൾക്ക് ശ്രീധരൻ്റെ മേൽക്കൈ ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ, ഷാഫി പറമ്പലിനേക്കാൾ. അത് പാലക്കാട് നഗരസഭാ മേഖലയിലാണ്. ആ മേൽക്കൈ ഒറ്റയടിക്ക് മറികടന്നത് പിരായിരി പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ മേൽക്കൈയാണ്. അവിടെ ഇടതുപക്ഷത്തിനും BJPക്കും കിട്ടിയ അത്രയും വോട്ടുകൾ ഒറ്റയ്ക്ക് ഷാഫി പറമ്പിന് ലഭിച്ചു. ഈ മേൽക്കൈ മറികടക്കാൻ അത് മാത്രം ഇപ്രാവശ്യം നറേറ്റീവ് മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 15,000 വോട്ടിൽ അതുകൊണ്ടാണ് അതാ ലോജിക്ക്. 15,000 വോട്ടുള്ള മൂത്താൻ സമുദായത്തിൽ ഒരു 2,000 വോട്ടെങ്കിലും മാറുകയാണെങ്കിൽ അത് BJPക്ക് 4,000 വോട്ട് നഷ്ടപ്പെടുന്ന ഒരു ഇഫക്റ്റാണ്. ആ കാൽക്കുലേഷനാണ് ഒരുപക്ഷെ അസ്ഥാനത്തായോ എന്ന സംശയം അവസാന ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. അവിടെ കാൽക്കുലേഷനെ പറ്റിയ തെറ്റെന്ന് പറയുന്നത്
സന്ദീപ് വാര്യരുടെ പ്രവർത്തന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ അനിൽ ആൻ്റണി BJP-യിലേക്ക് വരുമ്പോഴത്തേക്കും അനിൽ ആൻ്റണിയുടെ ഇതുവരെയുള്ള പ്രവർത്തനം അത്രയധികം പ്രകോപനപരമായി BJP-യോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെയോ ഒന്നും ആ തരത്തിൽ ആക്രമിച്ച ഒരാളല്ല. കുറച്ചുകൂടി ബൗദ്ധിക തലത്തിൽ ഉയർന്ന നിലവാരത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ മീഡിയ ലെവലിൽ നിന്നൊരാളാണ്. ഇതല്ല. ചാനൽ ചർച്ചകളിലാണെങ്കിലും ഒരു പരിധിവരെ നാലാന്തരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾക്ക് ഒരുമിച്ച് പല പ്രാവശ്യം ഇരുന്നിട്ടുള്ളതാണ്. ഒരുപാട് പ്രാവശ്യം ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ടുള്ളതുമാണ്. വ്യക്തിപരമായിട്ടൊരു സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ കൾച്ചർ മനസ്സിലാക്കുന്ന ഒരാളെന്ന തരത്തിൽ അതൊരു സംഘ സംസ്കാരമല്ല ആ തരത്തിൽ. കാരണം ആശയപരമായ ഒരു സംവാദം നടക്കുന്ന സ്ഥലത്ത് എടാപോട വിളികളിലൂടെ വരിക അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു വളരെ നല്ലൊരു സംവാദകൻ എന്നുള്ളത് ആ തരത്തിലല്ല വരേണ്ടത്. പക്ഷേ കേരളത്തിലൊരു പ്രത്യേക ലെവലിൽ അദ്ദേഹം ഉയർന്നു വന്നു മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിൽ അത്തരം ഒരാളെ നമ്മൾ മുന്നിൽ വയ്ക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരാൾ കേരളത്തിലെ ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, കോട്ടക്കൽ ചികിത്സയ്ക്ക് വന്നപ്പം കോട്ടക്കലല്ല കൊണ്ടുപോകേണ്ടത് അതിൽ VD സതീശനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചു. മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം പ്രസ്ഥാനങ്ങൾക്കെതിരെയും ഇത്രയധികം ആരോപണം മഹാത്മാഗാന്ധിജിയുടെ ഉൾപ്പെടെ. അപ്പൊ ആ തരത്തിലുള്ള ഒരാളെ നമ്മൾ മുന്നിൽ നിർത്തുമ്പോൾ കുറച്ചൊരു ഒരു കരുതൽ ഇതെന്ത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പക്വതയില്ലായ്മയായിട്ട് ഞാൻ അല്ലല്ല, അദ്ദേഹത്തിന്റെ ഒരു അമിത ആവേശമാണ്. അദ്ദേഹം ക്യാപ്റ്റൻ ആണെന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം അതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വൈകിയ വേളയിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു നാടകം നടത്തുന്നത് കൊണ്ട് സംഘടനയ്ക്കുള്ള ബെനിഫിറ്റ് അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. JP, നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആര് ജയിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് രണ്ട് ഘടകങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലുണ്ടായിരുന്ന ന്യൂനപക്ഷ കേന്ദ്രീകരണം ആ തരത്തിലുണ്ടാകണമെന്നില്ല. രണ്ടാമത് BJP-ക്ക് ശക്തി താരതമ്യേന വോട്ട് കുറയുന്ന 3 പഞ്ചായത്തുകളിലെ പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിൽ ഏതാണ്ട് 10% കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളൊരു BJP പോളിംഗ് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ഇടതുപക്ഷം പരസ്യമായിട്ട് കോൺഗ്രസിന് വോട്ട് മറിച്ചിരുന്നു. ഇത്തവണ ഇടതുപക്ഷം ആ തരത്തിൽ ഇടതുപക്ഷം മറിക്കാൻ സാധ്യതയില്ല. പക്ഷേ അനുഭാവികൾ ചിലപ്പോൾ വോട്ട് കൊടുത്തെന്നിരിക്കാം. കഴിഞ്ഞ തവണ അങ്ങനെയല്ല, പരസ്യമായിട്ട് അവർ BJP-യെ തോൽപ്പിക്കാനായിട്ട് വോട്ട് കൊടുത്തിരുന്നു എന്ന് അവർ അംഗീകരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് BJP-ക്ക് തന്നെയായിരിക്കും അവിടെ അഡ്വാൻറ്റേജ്. അങ്ങയുടെ അഭിപ്രായം? കൃത്യമായി ശ്രീ കൃഷ്ണകുമാർ ജയിക്കുമെന്ന് പറയാൻ ഞാനാണല്ല, പക്ഷേ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. കൃഷ്ണകുമാറും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ അവസാന ഘട്ടത്തിൽ കടുത്ത പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒരു പ്രവചന വലിയ സാഹസം തന്നെയാണ്. പാലക്കാട് ആയതുകൊണ്ടും ഡോക്ടർ സരിൻ ഏതായാലും 3-ാം സ്ഥാനത്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഏതാണ്ട് കൺസെൻസസ് ഉണ്ട് എന്ന് പറയാം. രണ്ടുപേരും ഒരേപോലെ യാതൊരു സംശയമില്ല. മറ്റ് 2 സ്ഥാനാർത്ഥികൾ കൃഷ്ണകുമാർ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും ജയിക്കുന്നത് ഒരു 5000-നും 10,000-നും ഇടയ്ക്ക്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന വിഷയം, അത് കുറേയൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു, രാഷ്ട്രീയ സദാചാരം, രാഷ്ട്രീയ മൂല്യങ്ങൾ. അത് കോൺഗ്രസ് പക്ഷത്തേക്ക് ഒരാൾ കടന്നു വരുമ്പോഴും സരിൻ്റെ മലക്കം മറിച്ചിലും എല്ലാം തന്നെ രാഷ്ട്രീയ സദാചാരത്തിന് വലിയ ഒരു ഒരേപോലെയാണ്. അവിടെ മോറലി, ധാർമ്മികമായി അവിടെ സ്കോർ ചെയ്തിരിക്കുന്നത് BJP തന്നെയാണ്. അല്ല, മാത്രമല്ല, പക്ഷെ ഇവിടെ CPM സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ചില സംഭവങ്ങൾ, ഒന്ന് ഈ പെട്ടി വിവാദമായാലും പത്രപരസ്യം, ഈ തരത്തിൽ വളരെ മോശമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിലുണ്ടായി. മാത്രമല്ല, മുസ്ലിം വോട്ടിൻ്റെ പോളറൈസേഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് തടയാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ന്യൂനപക്ഷ വർഗീയത ഉപയോഗപ്പെടുത്തി എങ്ങനെയും ശ്രീകൃഷ്ണകുമാറിനെ തോൽപ്പിക്കാമെന്നുള്ളൊരു ലൈൻ കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരനെ തോൽപ്പിക്കാനായി ഇടതുപക്ഷം വോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഡോക്ടർ സരിൻ സമ്മതിക്കുകയും ചെയ്തു. ഇടതുപക്ഷക്കാർ ഇപ്പോൾ സമ്മതിക്കില്ലായിരിക്കാം. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കരുതുന്നില്ല. ഡോക്ടർ സരിന് വേണ്ടി അനുകൂലമായി ഇടതുപക്ഷ വോട്ടുകൾ ഒരുപക്ഷെ വീണിരിക്കും. പക്ഷേ അത് മതിയാവില്ല. ഡോക്ടർ സരിനെ വിജയിച്ചു വരാൻ ആ വോട്ട് മതിയാവില്ല എന്നതാണ് എൻ്റെ നിരീക്ഷണം. തീർച്ചയായും അതിശക്തമായ ത്രികോണ മത്സരം. ഡോക്ടർ സരിൻ 3-ാം സ്ഥാനത്തേക്ക് പോകും എന്ന കാര്യത്തിൽ രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു പക്ഷേ മുസ്ലിം വോട്ടിൻ്റെ ധ്രുവീകരണം ആരെ സഹായിച്ചു എന്നുള്ളത് ഈ
തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയം തന്നെയാണ്. അതേസമയം അപ്പുറത്ത് ദേശീയവാദികളുടെ അതിശക്തമായ ധ്രുവീകരണം പാലക്കാട് നഗരസഭയിലും മറ്റു പഞ്ചായത്തുകളിലും ഉണ്ടായിരിക്കുന്നു. ഈ ശ്രീധരനെ തോൽപ്പിച്ച ആ മെക്കാനിസം അല്ലെങ്കിൽ ആ കൂറുമാറ്റം ഇത്തവണ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സി കൃഷ്ണകുമാറിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.